കേരളത്തിലെ കായികാധ്യാപകർ നേരിടുന്ന വളരെ പരിതാപകരമായൊരു പ്രയാസം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഈ കാലഘട്ടം ലഹരിക്ക് അടിമയാക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതിനെതിരെ ഓപ്പറേഷൻ തൂഫാൻ വളരെ ഭംഗിയായി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. കായികാധ്യാപകരുടെ ഇടപെടലുകൾ നിരന്തരമായി നമ്മുടെ സ്കൂളുകളിലും കുട്ടികളിലും ഉണ്ടാകേണ്ടത് അത്യാവശ്യവുമാണ്. അതിടപെട്ട് പരിഹരിക്കണം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ സബ്മിഷൻ. 4 കാര്യങ്ങളാണ് സർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. നിലവിൽ UP സ്കൂളിൽ 500 കുട്ടികളുണ്ടെങ്കിലേ ഒരു കായികാധ്യാപകന്റെ പോസ്റ്റ് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ആ 500-ൽ നിന്ന് ഒരു കുട്ടി കുറഞ്ഞാൽ 499 ആയാൽ അവിടെ പിന്നെ ആ പോസ്റ്റ് ഇല്ല. അതുകൊണ്ട് ആ പരിധി കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ നേരിയ വ്യത്യാസമുണ്ടെങ്കിൽ പോലും അധ്യാപകന്റെ പോസ്റ്റ് നിലനിർത്തുന്നതിനാവശ്യമായ നടപടി അതിന്റെ ഭാഗമായി ഉണ്ടാകണം. രണ്ടാമതായി ഹൈസ്കൂൾ തലങ്ങളിൽ 8-9 ക്ലാസ്സുകളിലെ ആഴ്ചയിലെ 5 പീരീഡ് കണക്കാക്കിയാണ് ഒരു കായികാധ്യാപകനെ നിയമിക്കുന്നത്. ആ ഹൈസ്കൂളിൽ തന്നെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനാവശ്യമായ പാഠപുസ്തകവും പീരീഡും നിർബന്ധമായും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 10ാം ക്ലാസ്സിലെ ആ പീരീഡും പാഠപുസ്തകവും നോക്കി അവിടെ അധ്യാപകനെ നിയമിക്കുന്നില്ല. 8ന്റെയും 9ന്റെയും ആഴ്ചയിലെ 5 പീരീഡ് കണക്കാക്കി മാത്രമാണ് അവിടെ പോസ്റ്റ് കൊടുക്കുന്നത്. ആ അപാകത ഇതിന്റെ ഭാഗമായി പരിഹരിക്കാൻ കഴിയണം. അതോടൊപ്പം നമ്മുടെ നയം തന്നെ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നതാണ്. ഇവിടെ ഹൈസ്കൂളിലെ കായികാധ്യാപകന് ലഭിക്കുന്നത് LP സ്കൂളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് ലഭിക്കുന്ന ശമ്പളമാണ്. അതുകൊണ്ട് ആ അപാകത ഇതിന്റെ ഭാഗമായി ഹൈസ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകന് ഹൈസ്കൂളിലെ അധ്യാപകന് കിട്ടുന്ന ശമ്പളം കിട്ടാൻ ആവശ്യമായ നടപടി ഉണ്ടാക്കണം. ഒപ്പം +1 +2 നേരത്തെ ഇവിടെ രാവിലെ നമ്മൾ ചർച്ച ചെയ്തത് കായിക മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്തത് പിന്നെ പാഠപുസ്തകമുണ്ട്, പീരിയഡുണ്ട്, സ്കൂളുകളിലുമൊക്കെ കായിക സ്ഥലം വേണം എന്നൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തു. മന്ത്രി വളരെ കൃത്യമായി അതിന് മറുപടിയും പറഞ്ഞു നടപ്പിലാക്കാൻ പോകുന്നുവെന്ന്. സോ +1 +2 പീരിയഡ് ഉണ്ട്, പുസ്തകവുമുണ്ട്. പക്ഷേ അവിടെ നിലവിൽ കായികാധ്യാപകരില്ല. ആ മേഖലകളിൽ അടിയന്തരമായി ഒരു PET പോസ്റ്റ് ഉണ്ടാക്കുന്നതിനാവശ്യമായ നടപടി ഉണ്ടാകണം. സർ, ഇതിന്റെ ആകത്തിൽ ഒരു കണക്ക് മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. LP സ്കൂൾ വിഭാഗത്തിലെ 6389 സ്കൂളുകളിൽ 9.6 ലക്ഷം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെ ഒരു കായികാധ്യാപകനുമില്ല. UP സ്കൂളുകളിൽ 2720 സ്കൂളുകളിൽ 9.2 ലക്ഷം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെ 394 കായികാധ്യാപകർ മാത്രമാണുള്ളത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 2650 സ്കൂളുകളിൽ 11.5 ലക്ഷം കുട്ടികൾ പഠിക്കുന്നുണ്ട്. 1450 അധ്യാപകർ മാത്രമാണ് അവിടെ ഉള്ളത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1703 സ്കൂളുകളിൽ 7.3 ലക്ഷം കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കായികാധ്യാപകനും അവിടെയില്ല. VHSEയിൽ 389 സ്കൂളുകളിൽ 56,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരൊറ്റ അധ്യാപകനും അവിടെയില്ല. ഫലത്തിൽ 86% UP സ്കൂളിലും 45% ഹൈസ്കൂളുകളിലും 100% LP, HSS, VHSSലും കായികാധ്യാപകരില്ല. ഈ അപാകത പരിഹരിച്ച് നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് വളരുന്നതിനും മുന്നോട്ട് പോകുന്നതിനും ആവശ്യമായ തരത്തിലുള്ള മാറ്റം വരുത്താൻ വിദ്യാഭ്യാസ വകുപ്പും കായിക വകുപ്പും ഒരുമിച്ച് നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ അത് പെടുത്തി ഈ അപാകത പരിഹരിക്കണമെന്ന് ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ്. മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട കോട്ടക്കൽ അംഗം ആബിദ് ഹുസൈൻ തങ്ങളിവിടെ അവതരിപ്പിച്ച ഈ സബ്മിഷൻ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. സർ, സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിനും കായിക അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കുന്നതിനുമായി വിവിധ കായിക പ്രേമികളും ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA ഉന്നയിച്ചതുപോലുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞ ഞങ്ങൾ ഇതിന്റെ ചുമതലയേറ്റ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ പല കോണുകളിൽ നിന്ന് ഇത് ഉയർന്നു വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം, കായികക്ഷമത, അച്ചടക്കം, നേതൃത്വ പാടവം, ജീവിതശൈലീ രോഗങ്ങളുടെ പ്രതിരോധം, ലഹരി ഉപയോഗം തടയൽ എന്നിവയിൽ ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിന് നിർണായകമായ പങ്കുണ്ട്. സർ, നിലവിലുള്ള തസ്തികാ മാനദണ്ഡങ്ങളും നിയമന വ്യവസ്ഥകളും കാലോചിതമായി പരിഷ്കരിക്കപ്പെടാത്തതിനാൽ നിരവധി വിദ്യാലയങ്ങളിൽ ആരോഗ്യ കായിക വിദ്യാഭ്യാസം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് പരിമിതികൾ നിലനിൽക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സർ, ആരോഗ്യ കായിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കുക, നിലവിലുള്ള കായികാധ്യാപക തസ്തികകൾ സംരക്ഷിക്കുക, ദേശീയ മാനദണ്ഡങ്ങൾക്കനുസൃതമായി നിയമന യോഗ്യതകൾ പരിഷ്കരിക്കുക,
ഇവിടെ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ച പോലെ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന തത്വം സംബന്ധിച്ച് ആവശ്യം പരിശോധിക്കുക, വിവിധ വിദ്യാഭ്യാസ തലങ്ങളിൽ ആവശ്യമായ കായികാധ്യാപക തസ്തികകൾ അനുവദിക്കുക, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സ്ഥിരം കായികാധ്യാപക തസ്തികകൾ സൃഷ്ടിക്കുക, സ്ഥാനക്കയറ്റ സാധ്യതകളും സേവനാനുകൂല്യങ്ങളും പുനഃപരിശോധിക്കുക എന്നീ ആവശ്യങ്ങൾ ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വിവിധ തലങ്ങളിൽ പരിശോധിച്ചു വരികയാണ്. മുൻകാലങ്ങളിൽ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം 1:500 ഇവിടെ MLA അത് സൂചിപ്പിച്ചു, 500 കുട്ടികൾ ഉണ്ടെങ്കിലേ ഒരു കായിക അധ്യാപകൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിലവിലുള്ള തസ്തിക നഷ്ടപ്പെടാതിരിക്കാൻ കഴിഞ്ഞ വർഷം മുതൽ അത് 1:300 ആക്കിയിട്ടുണ്ട്. 300 കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പോസ്റ്റ് സംരക്ഷിക്കപ്പെടും. സർ, ഈ കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കായിക വിദ്യാഭ്യാസം കൂടുതൽ ഊന്നൽ നൽകണമെന്ന് ഈ സർക്കാരും ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായി ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് സർ. 29/6/26 സർക്കാർ ഉത്തരവ് 4258/2026 പ്രകാരം ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ വിദഗ്ധ സമിതിയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, അഡീഷണൽ സെക്രട്ടറി പൊതുവിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ തന്നെ അഡീഷണൽ ഡയറക്ടർ അക്കാദമിക്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം, കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ്, ഈ 4 പേരുൾപ്പെടുന്ന ഒരു സമിതിയെ സർക്കാർ ഇന്നലെ ഈ കാര്യത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ആ വിദഗ്ധ സമിതി റിപ്പോർട്ട് 6 മാസത്തിനുള്ളിൽ നൽകണം എന്നും പറയുന്നുണ്ട്. ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനനുസൃതമായി തുടർ നടപടികൾ ഉണ്ടാകുമെന്നും സഭയെയും ബഹുമാനപ്പെട്ട അംഗത്തെയും ഞാൻ അറിയിക്കുകയാണ്.